അപ്പോൾ തുടങ്ങാം. വിശപ്പില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒറ്റ വടിക്ക് ഈ സാധനം എടുത്തങ്ങ് കഴിച്ചു തീർത്തു. കൂട്ടത്തിൽ എൻ്റെ ഒരു ഗുണ്ടയായിട്ട് എൻ്റെ ഒരു കസിൻ റോബിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഈ ഓൾട്ടോ എന്ന് പറഞ്ഞാൽ സിനിമയെ പറയുന്ന പോലെ ശവപ്പെട്ടിക്ക് പെയിന്റ് അടിച്ച പോലത്തെ സാധനമാണ്. നമ്മുടെ ഗിന്നസ് പക്രൂവിനെ പോലെ ഓൾട്ടോ ഞങ്ങളെ നോക്കി കുഞ്ഞുവൻ്റെ പോലെ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ കടയ്ക്ക് ബോർഡില്ല, ഈ കടയ്ക്ക് വലിയ തിരക്കില്ല, ഈ കടയ്ക്ക് ഒരു വാതിൽ പോലും ഇല്ല. 1.5 അപ്പം വീതം മുറിച്ച് ഞങ്ങൾ രണ്ടുപേരും അര ബീഫ് കറിയും വെച്ച് ഇത് കഴിക്കുന്നു. അപ്പോൾ തുടങ്ങാം. കേരളത്തിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഏതാണെന്ന് പറഞ്ഞു തരാം. എനിക്കത് എന്തുകൊണ്ടാണ് അത്രയും ടേസ്റ്റി ആയിട്ട് തോന്നിയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് കഴിക്കാനുള്ള സാഹചര്യത്തിനെ കുറിച്ച് കൂടെ നിങ്ങൾ അറിയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എൻ്റെ ലൈഫിൽ ഒരു കാലം ഉണ്ടായിരുന്നു. ഈ കാലത്ത് ഞാനൊരു ഭീകരമായ ഒരു കടക്കണിയിൽ പെടുകയുണ്ടായി. അത് ഞാനായിട്ട് വരുത്തി വെച്ചതല്ല, എൻ്റെ ഒരു ഫാമിലി ബിസിനസ് ഞാൻ ഏറ്റെടുക്കേണ്ടി വരികയും അന്ന് ഞാൻ ഭയങ്കരമായ ഒരു കടത്തിലായി നിൽക്കുകയും ചെയ്തു. ഒരു സാധാരണ ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിലും വളരെ കൂടുതലായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ വളരെ വിശദമായിട്ട് പറയാം. അന്നത്തെ എൻ്റെ സിനാരിയോയുടെ ഹൈറ്റ് എന്തായിരുന്നെന്ന് അറിയാൻ ഒരു കാര്യം ഞാൻ പറയാം. അന്ന് ഞാനൊരു IELTS ട്രെയിനറായിട്ട് ഒരിടത്ത് വർക്ക് ചെയ്യുകയാണ്. 20,000 രൂപ ശമ്പളത്തിലാണ്, മാസ ശമ്പളത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഒരു മാസം എനിക്ക് പലിശയടവിൽ മാത്രം 75,000 രൂപ വേണം, മുതൽ വേറെ. ഇങ്ങനെ ഏകദേശം ലൈഫൊക്കെ ഏകദേശം കുക്ക്ഡായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ബിസിനസ്സിൽ പലരും ഇങ്ങോട്ടുമൊക്കെ കാശ് തരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വകുപ്പിൽ ഒരാൾ എറണാകുളത്ത് നിന്ന് ഒരു ശകലം കാശ് തരാനുണ്ട്. അതേസമയം ഒരു ഫാമിലി ഫംഗ്ഷൻ എറണാകുളം വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം നേരെ ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും എൻ്റെ ഒരു കസിൻ റോബിൻ എന്ന് പറയുന്ന എൻ്റെ കസിനെയും കൂടെ കൂട്ടി ഞങ്ങൾ നേരെ എറണാകുളത്തിന് പോവുകയാണ്. 2 ഉദ്ദേശമാണുള്ളത്. ആ ഫാമിലി ഫംഗ്ഷന് കൂടുക, അതിനുശേഷം ഈ കാശ് തരാനുള്ള പുള്ളിയെ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് പുള്ളിയോടൊന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ പുള്ളിയുടെ വീട്ടിൽ ഒറ്റയ്ക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അതിനിപ്പം നാളെ ഒരു ഭവനവേദനം എന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നമാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടുകയും ചെയ്യാം, സമാധാനപരമായിട്ട് കാര്യം നീക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് പോകുന്നത്. കൂട്ടത്തിൽ എൻ്റെ ഒരു ഗുണ്ടയായിട്ട് എൻ്റെ ഒരു കസിൻ റോബിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായിരുന്ന വണ്ടിയും വള്ളവും എല്ലാം വിറ്റ് ഏറ്റവും അവസാനം ഒരു പഴയ ഒരു ഓൾട്ടോ മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. ഈ ഓൾട്ടോ എന്ന് പറഞ്ഞാൽ സിനിമയെ പറയുന്ന പോലെ ശവപ്പെട്ടിക്ക് പെയിന്റ് അടിച്ച പോലത്തെ സാധനമാണ്. പുറത്തുനിന്ന് കണ്ടാൽ നല്ല പെയിന്റ് ഒക്കെ അടിച്ച് തിളങ്ങിയിരിക്കും, അകത്തെല്ലാം വെന്തുരുകി പുഴുത്തിരിക്കുന്ന സാധനങ്ങളാണ് മൊത്തം അതിനകത്തുള്ളത്. അങ്ങനെ ഞങ്ങൾ ആ ദിവസം നേരെ എറണാകുളത്തെത്തി. അവിടുത്തെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഈ ആളുടെ വീട്ടിൽ പോയി അവിടെ കുറെ പൈസ കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ഒന്നും സക്സസ്ഫുൾ ആയില്ല. എന്നിട്ട് ഒരുവിധം അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വരികയാണ്. ലോക്കൽ ഓട്ടങ്ങൾക്ക് പടക്കുതിരയായ ഓൾട്ടോയെ എറണാകുളം വരെ ഓടിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പുള്ളി പട്ടി അണയ്ക്കുന്ന പോലെ ഇങ്ങനെ അണയ്ക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അണച്ചണച്ച് വരുന്ന വണ്ടിയായിട്ട് ഏകദേശം കാഞ്ഞിരപ്പള്ളി അടുക്കാറാകുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ഫാദറിൻ്റെ ഒരു റിലേറ്റീവ് മരിച്ചുപോയി എന്ന്. ആൻഡ് മരണം നടന്നിരിക്കുന്ന ഹൈ റേഞ്ചിലുമാണ്. ഏതായാലും അവിടം വരെ പോകണം. ഇനി നേരെ വീട്ടിലോട്ട് പോകണ്ട, ഈ വഴി തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഈ വെയ്യാത്ത ഓൾട്ടോയും തള്ളിക്കൊണ്ട് ഞങ്ങൾ ഹൈ റേഞ്ച് കയറ്റം കയറുന്നു. ഒരുവിധം കഷ്ടപ്പെട്ട ഒരു 5-5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തി. ഏറുകൊണ്ട പട്ടി അണയ്ക്കുന്ന പോലെ അണച്ചണച്ച് അവസാനം ഓൾട്ടോ അവിടെ വന്ന് നിന്നു. മരണ വീട്ടിൽ കയറി അവരെ എല്ലാം കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല, ഭയങ്കര വലിയ കോയിൻസിഡൻസ്. അടുത്ത ഫോൺ വരുന്നു, എൻ്റെ അമ്മയുടെ ഒരു റിലേറ്റീവ് മരിച്ചുവെന്ന്. ആൻഡ് അത് കൊട്ടാരക്കരയാണ്. അപ്പോൾ ഒരു സെക്കൻഡ് വണ്ടി വഴി നിർത്തി പുറത്തിറങ്ങിയെന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പിറ്റേ ദിവസം എനിക്ക് ജോലിക്ക് പോകണം, അവന് ജോലിക്ക് പോകണം. ഈ ഒറ്റ പോക്കിലാണ് ഇതെല്ലാം തീർത്തിട്ട് ഇങ്ങനെ തിരിച്ചു വരികയും ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകാൻ തുടങ്ങി. പതുക്കെ വണ്ടിയിലോട്ട് കയറാൻ വരുമ്പോൾ നമ്മുടെ ഗിന്നസ് പക്രൂവിനെ പോലെ ഓൾട്ടോ ഞങ്ങളെ നോക്കി കുഞ്ഞുവൻ്റെ പോലെ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. ഞങ്ങൾ ഈ വണ്ടി എടുത്ത് വീണ്ടും പോവുകയാണ്. വണ്ടിയുടെ അവസ്ഥ വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. നേരം സന്ധ്യയായി. വണ്ടി ഓടി ഒരു റാന്നിയൊക്കെ ആയ സമയമായപ്പോഴത്തേക്കും താമരാശംപിള്ള പോലെ ഫ്രണ്ടിൽ നിന്ന് പുകയൊക്കെ വരാൻ തുടങ്ങി. അവസാനം വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തി. ഞങ്ങൾ രണ്ടുപേരും ബോണറ്റെല്ലാം പൊക്കി ഒരുപാട് ചർച്ചയെല്ലാം നടത്തിയതിന് ശേഷം കൂളൻ്റ് ഇല്ലാത്തതാണെന്ന് മനസ്സിലായി. കാരണം കുറേ പച്ച കളർ അവിടെ ഇവിടെയൊക്കെ തെറിച്ചൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ കൂളൻ്റ് തീർന്നു പോയതാണെന്ന് മനസ്സിലാക്കുന്നു. കയ്യിൽ കാശൊക്കെ വളരെ ശോചനീയമായിരിക്കുന്ന അവസ്ഥയാണ്. എന്നിരുന്നാലും പോയി ഒരു കൂളൻ്റ് ഒരു കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു. വണ്ടി വീണ്ടും മുമ്പിലേക്ക് പോകുന്നു. റാന്നിയിൽ നിന്ന് പത്തനംതിട്ട എത്തിയപ്പോഴത്തേക്കും അതിനേക്കാൾ വലിയ പുക വീണ്ടും വരാൻ തുടങ്ങി. വണ്ടി വീണ്ടും നിർത്തി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വണ്ടി കയറ്റിയപ്പോഴത്തേക്ക് അവരവിടുത്തെ ഷട്ടർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെന്താ കാര്യമെന്ന് ചോദിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് കൂളൻ്റ് ഇല്ലാത്തതല്ല, നിങ്ങളുടെ ആ പൈപ്പിന് വല്ല ലീക്കും കാണും, അതുകൊണ്ടാണ് കൂളൻ്റ് ഒഴിച്ച മുഴുവൻ ഇറങ്ങിപ്പോയി കാണും, അതുകൊണ്ട് നിങ്ങൾ വണ്ടി ഇവിടെ ഇട്ടോ, നാളെ രാവിലെ വന്നിട്ട് ഞങ്ങൾ വണ്ടി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റുകയില്ല, ഇവരെ വഴിയിലിറക്കി ചുമ്മാ നിർത്താൻ പറ്റുകയില്ല. ഞങ്ങൾക്കാണെങ്കിൽ പിറ്റേ ദിവസം ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ 100 കണക്കിന് പ്രശ്നങ്ങളായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാറി എന്ന് ചർച്ച ചെയ്ത് അവസാനം ഒരു തീരുമാനം എടുത്തു. തൊട്ടടുത്ത കടയിൽ നിന്ന് 2 കുപ്പി മിനറൽ വാട്ടർ മേടിക്കുന്നു. കൂളന് പകരം ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. നേരെ വണ്ടി എടുത്ത് വീണ്ടും വിട്ടു പോവുകയാണ്. ഈ പച്ചവെള്ളം കൂളനിന്റെ പണിയൊന്നും ചെയ്യാനും പോകുന്നില്ല. അതിന്റെ കൂടെ പൈപ്പിന്റെ ലീക്കും. വണ്ടി ഇരുന്ന് കുരച്ച് അവസാനം അടൂരിൽ നിന്ന് കൊട്ടാരക്കര പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും വണ്ടി കുരച്ചങ്ങ് നിന്നു. ഇനി എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് അവിടെ നിന്നു. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും മരണ വീട്ടിൽ നിന്ന് അമ്മയുടെ ബന്ധുക്കൾ ചിലവരൊക്കെ ഞങ്ങൾ ശരിക്കും വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഫോൺ വിളിക്കുക. ഞങ്ങൾ ഇതുപോലെ ഇത്ര അടുത്തെത്തിയിട്ട് പെട്ട് കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ട് അവിടുന്ന് അമ്മയുടെ ചില റിലേറ്റീവ്സ് വണ്ടിയായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ എൻ്റെ അമ്മയും അനിയത്തി ഈ വണ്ടി
വണ്ടിയെ കയറ്റിയിട്ട് ഇവരുടെ കൂടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഞങ്ങൾ വന്നേക്കാം, ശരിയാക്കിയിട്ട് വന്നേക്കാന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നു. എവിടെ ശരിയാക്കാൻ, എങ്ങനെ ശരിയാക്കാൻ? ഇനി ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് മിനറൽ വാട്ടർ മേടിക്കാൻ പോലും തോന്നുന്നില്ല. ആ വീട്ടുകാരോട് പോയി ചോദിച്ചു, കിണറ്റിന്ന് വെച്ചാലും വെള്ളം കോരിക്കോട്ടെ എന്ന് ചോദിച്ച് 2-3 കുപ്പിക്കകത്ത് വെള്ളം കോരി ഇവിടെ കൊണ്ടുവന്നിട്ട് ഒഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും വണ്ടി ചൂടായിരിക്കുകയാണ്. ഒഴിച്ചാൽ അപ്പം തന്നെ ആവിയായി പോകുന്നുള്ളതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് മരണ വീട്ടിലെത്തിയിട്ട് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മക്കളെ, നിങ്ങളൊന്നും കഴിച്ചില്ലോ, നിങ്ങൾ എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ആ കാര്യം റിയലൈസ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ആ ഫംഗ്ഷൻ്റെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. വൈകുന്നേരം വീട്ടിൽ വന്ന് ഇനി കഴിക്കാം എന്നുള്ളത് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. കാരണം ദാരിദ്ര്യ സമയമാണല്ലോ, 10 പൈസ എടുക്കാനില്ലാത്ത സമയമാണല്ലോ. പക്ഷേ എൻ്റെ അമ്മയെ അനിയത്തി ഈ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരവിടുന്ന് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ ഉടനെ അവർ കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞാണ്, നിങ്ങൾ ഇനി എവിടെന്നെങ്കിലും കഴിക്കുക, ഞങ്ങളിപ്പോൾ ഇവിടെ കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് ശരിക്കും ഉറങ്ങിക്കിടന്ന വിശപ്പൊക്കെ പതുക്കെ പുറത്ത് വരാൻ തുടങ്ങിയത്. എന്ത് കഴിക്കണമെന്നറിയാൻ വേണ്ടി ഞാൻ പതുക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ്. പക്ഷേ അവിടെ ലൈറ്റും വലിയ ബൾബുകളും ഹോട്ടൽ എന്നുള്ള ബോർഡും അതുപോലത്തെ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറണോ വേണ്ടയോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സൈഡിലേക്ക് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലായിട്ട് വേറെ ഒരു കട കാണുന്നു. ഈ കടയുടെ ഫ്രണ്ടിൽ 1-2 പേര് നിന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഈ കടയ്ക്ക് ബോർഡില്ല, ഈ കടയ്ക്ക് വലിയ തിരക്കില്ല, ഈ കടയ്ക്ക് ഒരു വാതിൽ പോലും ഇല്ല. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ കട ഇത് തന്നെ ഞാൻ തീരുമാനിച്ച് ഞാൻ പതുക്കെ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ പോരാടാന്ന് ചോദിച്ചു. അവനും ഓക്കെ എന്ന് പറയുന്നു. ഞങ്ങൾ നേരെ ആ കടയിലേക്ക് ചെന്ന് കയറുമ്പോൾ കടയ്ക്കകത്തൊക്കെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. 3-4 ബെഞ്ചൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ്. ഞങ്ങൾ അവിടെ കയറിയിരുന്ന് ഓരോ കട്ടൻ കാപ്പിയും ഓരോ ഏത്തക്കാ ബോളിയും, അതിന് പഴംപൊരിയെന്നും ഏത്തക്കാപ്പോന്നും അങ്ങനെ പല പേരും പറയുന്ന ആ സാധനം ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു. കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. വിശപ്പാണെ സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാനിങ്ങനെ കടിച്ച് പിടിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖമൊക്കെ നോക്കിയിട്ട് ഏറ്റവും അവസാനം ഞാൻ കടക്കാരനോട് പറഞ്ഞു, ചേട്ടാ വലിയ വിശപ്പില്ല, അതുകൊണ്ടൊരു 3 അപ്പവും 1 ബീഫ് കറി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അകത്തേക്ക് നോക്കി പറഞ്ഞു, അവിടെ 2 പേർക്ക് 3 അപ്പവും ഓരോ ബീഫ് കറിയും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല, മൊത്തം 3 അപ്പവും 1 ബീഫ് കറി എന്ന് പറയുന്നു. 1.5 അപ്പം വീതം മുറിച്ച് ഞങ്ങൾ 2 പേരും 1/2 ബീഫ് കറിയും വെച്ച് ഇത് കഴിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ബീഫ് കറി. അപ്പം എന്നൊക്കെ പറഞ്ഞാൽ നല്ല പൂ പോലത്തെ അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ചാറ് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ അതിങ്ങനെ മുകളിൽ ഒരു ലെയർ പോലെ ഇങ്ങനെ പെരണ്ട് കിടക്കുന്നു. അപ്പത്തിൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഈ ചാറ് മുഴുവൻ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. അതുപോലെ തന്നെ ബീഫാണെങ്കിൽ തൊടുമ്പോഴത്തേക്കും ഷുറെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന അതുപോലെ വെന്ത നല്ല സൂപ്പർ ബീഫ്. വിശപ്പില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഒറ്റ വടിക്ക് ഈ സാധനം എടുത്തങ്ങ് കഴിച്ച് തീർത്തു. പരസ്പരം ഇങ്ങനെ നോക്കുക, മതിയല്ലേ എന്നിങ്ങനെ നോക്കുന്നു. എന്നിരുന്നാലും വിശപ്പ് സഹിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് നോക്കിയിട്ട് വീണ്ടും പറയുന്നു, ചേട്ടാ ഒരപ്പം എന്ന് പറയുന്നു. ഒരപ്പം വരുന്നു, 2 ആയിട്ട് മുറിക്കുന്നു, അര വെച്ച് കഴിക്കുന്നു. വിശപ്പ് മാറുന്നില്ല, ഒടുക്കത്തെ ടേസ്റ്റ്. വീണ്ടും ഒരപ്പവും 1/2 കറിയായിട്ട് തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ചേട്ടൻ ഒരു അത്ഭുതവും ഇല്ലാതെ അതിനെന്താ തരാമല്ലോ എന്ന് പറഞ്ഞു 1/2 കറിയും 1 അപ്പവും തരുന്നു. വീണ്ടും ഞങ്ങൾ അരയായിട്ട് മുറിക്കുന്നു. വീണ്ടും 1 അപ്പവും കൂടെ പറഞ്ഞ് 1/2 അരയായിട്ട് മുറിച്ച് ഞങ്ങളത് കഴിച്ചിട്ട് അവസാനത്തെ പൈസ വരെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ചില്ലറ വരെ എടുത്തിട്ടാണ് ഞാൻ അന്നത്തെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇറങ്ങുന്നത്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും വണ്ടിയുടെ ചൂടൊക്കെ പോയി, വെള്ളമെല്ലാം കോരി ഒഴിച്ച് വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ പോയി. അവിടം വരെ പോവുകയും തിരിച്ച് വീട് വരെയുള്ള വരവും മുഴുവൻ ഈ വെള്ളം ഒഴിച്ചൊക്കെ തന്നെയാണ് പോയത്. പക്ഷേ ഈ യാത്ര മുഴുവൻ എൻ്റെ മനസ്സിൽ ഞാൻ കഴിച്ച ആ ഫുഡിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് പല ഫീലിങ്ങും ഉണ്ടായി. ആ ബോർഡുള്ള ഹോട്ടലിൽ കയറാതെ ഇവിടെ കയറിയോണ്ടല്ലേ ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചത്. എന്നാലും ഈ ചെറിയ ഹോളോ ബ്രിക്കൊക്കെ കെട്ടി ഈ കുഞ്ഞു കടയിൽ ഇത്രയും ടേസ്റ്റുള്ള ഫുഡൊക്കെ കിട്ടുമോ? ഇങ്ങനെ പല 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 ആലോചനകളുമാണ്. തിരിച്ച് ഞങ്ങൾ പോയപ്പോൾ ഈ കടയുടെ വാതിക്കെ കൂടെയാണ് പോകുന്നത്. അപ്പോഴത്തേക്കും കടയെല്ലാം അടച്ച് അവർ വീട്ടിൽ പോയി. പിന്നീട് പല പ്രാവശ്യവും ഞാൻ ഈ കടയുടെ വാതിക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിട്ടുണ്ട്. പിന്നീട് ഞാൻ നാട് വിട്ടു കഴിഞ്ഞ് ഞാൻ 2 പ്രാവശ്യത്തോളം നാട്ടിൽ പോയി. ആ സമയത്ത് ഞാൻ ഈ കടയുടെ വാതിക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണ എൻ്റെ മനസ്സിലുണ്ട് ഈ കടയിൽ നിന്ന് കഴിക്കണം എന്നുള്ള എൻ്റെ മനസ്സിലുണ്ട്. ഓരോ തവണ പോകുമ്പോഴും ഞാൻ നോക്കും, ആ കട എപ്പോഴും അവിടെ തന്നെ ഉണ്ട്, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പച്ച പെയിന്റ് എങ്ങാണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ന് വരെ പിന്നീട് ഞാൻ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. സാധാരണ നിങ്ങൾക്ക് ഒരു സ്ഥലത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവിടെ പോയി കഴിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാനത് കഴിച്ചിട്ടില്ല. കാരണം എനിക്ക് എന്തുകൊണ്ടും ഒരു പേടി തോന്നാൻ തുടങ്ങി. അന്ന് എനിക്ക് ആ ഫുഡ് അത്രയും ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അന്നത്തെ എൻ്റെ അവസ്ഥ കൊണ്ടാണോ, എൻ്റെ ദാരിദ്ര്യം കൊണ്ടാണോ, അന്നത്തെ എൻ്റെ സഹിക്കാൻ പറ്റാത്ത വിശപ്പ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ വല്ലതും ആണെങ്കിൽ ഞാനിപ്പോൾ 2ാമത് പോയിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് കഴിച്ച ടേസ്റ്റ് ഇല്ലാതെയായി പോവുമോ? അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ആ ഹാപ്പിനെസ്സിൻ്റെയും ടേസ്റ്റിൻ്റെയും ഫീൽ എനിക്ക് നഷ്ടപ്പെടുമോ? ഇത്രയും കാലം ഞാൻ വലിയൊരു ഫീലാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഈ സാധനം ഒരു ഓവർ റേറ്റഡ് സാധനമായിട്ട് മാറുമോ എന്നൊക്കെയുള്ള പേടി കാരണം പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ആ ഹോട്ടലിൽ കയറിയിട്ടില്ല. എക്സാക്ട്ലി ആ ഹോട്ടലിൽ ഇരുന്ന സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അടൂരിൽ നിന്ന് കൊട്ടാരക്കര പോകുന്ന വഴിയിൽ ഏകദേശം കൊട്ടാരക്കരയോട് അടുത്തൊരു ഭാഗത്ത്, ഏകദേശം ഏനാത്തിൻ്റെയൊക്കെ അടുത്തൊരു ഭാഗത്തായിരുന്നു ആ കട എന്നാണ് എൻ്റെ ഓർമ്മ. അടൂരിൽ നിന്ന് നേരെ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പ്, ഒരു വളവ് ചെറുതായിട്ട് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ആദ്യം പറഞ്ഞ റെസ്റ്റോറൻറ്റ്, കുറച്ചും കൂടെ മുമ്പിലേക്ക് പോകുമ്പോൾ ഈ ഹോളോ ബ്രിക്സ് കെട്ടിയ കട. ഞാൻ ഈ പറഞ്ഞ കട ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ പോയി കഴിച്ചു നോക്കുക. ആ ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ
പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എങ്കിലും എനിക്ക് അന്നും ഇന്നും എന്നും കേരളത്തിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടുന്ന കട ഏതാന്ന് ചോദിച്ചാൽ ആ ചെറിയ പാത്രത്തിൽ ആവി പറക്കുന്ന ബീഫുമായിട്ടിരുന്ന 2 ചെറിയ CFL മാത്രം ഉണ്ടായിരുന്ന വാതൽ പോലും ഇല്ലാത്ത ആ കുഞ്ഞു കടയാണെന്നേ ഞാൻ പറയും. എനിവേസ്, ഞാൻ ഇന്ന് പറയുന്ന കാര്യത്തിനിടയ്ക്ക് നാട് വിട്ടൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി സെറ്റിലായി. അപ്പോൾ അതിനുശേഷം ഞാൻ ഭയങ്കരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, വിദേശത്തേക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്താണ്, ഏറ്റവും എളുപ്പമുള്ള രാജ്യം ഏതാണ്, ഏത് ഏജൻസിയാണ് ഏറ്റവും ബെറ്റർ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്നിലധികം പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. സോ ഇപ്പോഴത്തെ സമയത്ത് വിദേശത്തേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം, ഏറ്റവും നല്ല ഏജൻസി അതെന്താണെന്നും ഏതാണെന്നും ഇനി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ, സൈനിങ് ഓഫ്.